പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്തിൽ നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 അച്ഛൻ കൂടാൻ പറഞ്ഞിരിക്കണത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂടണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവെ, ആ സമയത്ത് എപ്പോൾ കൂടിയാലും
അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവെ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരത പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവെ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവരുടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവരിത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ, റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. പെന്തക്കോസ്ത യാത്രയാണ്. ആത്മീയ താരം നിക്കദേമുസാണ്. നിക്കദേമുസ് കർത്താവിൻ്റെ ഈ വർത്തമാനമെല്ലാം കേട്ടപ്പോൾ ചോദിച്ചത്, പ്രായമായി എനിക്ക് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? യോഹന്നാൻ 3:4. നിക്കദേമുസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രശ്നമാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറയണത്, ഈശോ അതിനൊരു മറുപടി പറയും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പക്ഷെ ഇതിൻ്റെ ഷാർപ്പ് ആൻസർ ഏതാണെന്നറിയാമോ? അതായത് ആത്മാവിലും ജനിക്കണം. ആത്മാവും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതാണ് എൻ്റെ യഥാർത്ഥ. ഇത് ഈ നമ്മുടെ ജഡത്തെ മെറ്റീരിയലൈസ് ചെയ്യാനും സ്പിരിച്വലൈസ് ചെയ്യാനുള്ള ബൈബിൾ സൊല്യൂഷൻ ഇതാണ്. എന്താണ്? യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശരിക്കും പറഞ്ഞ ബൈബിൾ വ്യാഖ്യാനത്തിലെ
വരേണ്ടത്. ഞാൻ അങ്ങനെയുള്ള വ്യാഖ്യാനം കേട്ടിട്ടില്ല. കർത്താവിക്ക് എന്തൊരു വെളിച്ചം കൊണ്ട് ഞാൻ പറയണാണിപ്പോൾ. ശരിക്കും ഈ പറയേണ്ടത് ഈ 3:4 3:4 കൂടെ, യോഹന്നാൻ 3:4 കൂടെ ലൂപ്പ് ചെയ്യേണ്ട വചനം 3:4 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ് എന്ന് 6:63 പറയുന്ന സംഭവം തന്നെയാണ് ഇപ്പം ഇവിടെ ഈശോ നിക്കോദേമോസിനോട് പറയണത്. എന്താ പറയണത്? യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. അപ്പം ഈ തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷേ ഈ രണ്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ എന്താ മാർഗം? ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പം അവിടെയാണ് പ്രശ്നം, വാക്കാണ് പ്രശ്നം. ഒരു മെറ്റീരിയലായിട്ടുള്ള സംഭവത്തെ സ്പിരിച്വലൈസ് ചെയ്യാനുള്ള മാർഗം എന്താ? കർത്താവ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്ന് പറയുന്നത് ഇതിനെ ഈ മെറ്റീരിയലായിട്ടുള്ള ജഡത്തെ സ്പിരിച്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സെന്ന് പറയണത് വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും ജനിക്കാമെന്നാണ് പറഞ്ഞത്. ഒരിപ്പോൾ ഞാൻ പെന്തക്കോസ്തിലേക്ക് നമ്മൾ പോവുകയല്ലേ, അപ്പോൾ അതിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. ഇപ്പോൾ പെന്തക്കോസ്ത് യാത്രയുടെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നെന്താണ് പറയുന്നത്? ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഈ യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് ഇതിനെ ഈ മെറ്റീരിയലിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തികളും ഇന്ന് പണ്ട് ജഡമായിരുന്നവർ, ജഡത്തിൻ്റെ സ്വഭാവം കാണിച്ചിരുന്നവർ, വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ട് നടന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനെ കൊണ്ട് അനുഗ്രഹം ചുരത്താൻ വേണ്ടി കൊച്ചിനെ ഇടയ്ക്ക് വരെ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആരാധനാക്രമങ്ങൾ വരെ നമ്മൾ സൂക്ഷിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുണ്ട് ദൈവത്തിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് തൽക്കാലത്തേക്കൊന്ന് കാര്യം സാധിച്ച് നിർത്തുക എന്നുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആധ്യാത്മികതയായിട്ട് വരും. അപ്പം അത് അപകടകരമാണ് ശരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പെന്തക്കോസ്ത് യാത്രയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി അധിഷ്ഠമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ആധ്യാത്മികത ദൈവത്തെ പ്രവർത്തിക്കാൻ പറ്റിയ വ്യക്തികളായിട്ട് മാറും, ആത്മാവിൽ ജനിച്ചവരായിട്ട് തീരും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ച് ജഡമായ എന്നെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവപ്പെടുത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എന്നെ കൃപയിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിൽക്കുവാൻ അനുഗ്രഹം നൽകിയ മാതാവിനോടും ഈശോയോടും ഞാൻ കോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതുവരെ നടത്തിയ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ പേര് അമീറ്റ, ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു മർത്തോമ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നവംബർ 2 2024 ഇവിടെ ആദ്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, അല്ലാതെ അതാണ് എനിക്ക് കൃപാസനത്തിനെ പറ്റിയുള്ള അറിവ്. പിന്നെ ഞാൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി പഠിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ പഠിക്കുന്ന സമയത്ത്, തൃശ്ശൂർ പഠിക്കുന്ന സമയത്ത് എനിക്ക് 1-2 വട്ടം മാതാവിൻ്റെ പത്രം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കൃപാസന മാതാവിൻ്റെ വല്ലാത്തൊരു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവം എനിക്ക് പലപ്പോഴായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി, പഠിത്തത്തിന് വളരെയധികം തടസ്സങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ പഠിത്തത്തിന് വളരെയധികം തടസ്സങ്ങൾ പല സമയങ്ങളിലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം, മാതാവ് നമുക്ക് സഹായിക്കാതിരിക്കില്ല എന്ന് ഞാൻ വീട്ടിൽ പറയുകയുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ മമ്മി എൻ്റെ പപ്പായും കൂടി നവംബർ 2 2024 ഇവിടെ വന്നു.
വന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ കണ്ടിട്ട് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം വേഗമായിട്ട് മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം കണ്ടു, മനസ്സിലായി. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന സമയത്ത് എനിക്ക് സ്ലോട്ട് കിട്ടി. എനിക്ക് മാതാവിനെ കിട്ടി. എനിക്ക് അറിയില്ലായിരുന്നു മാതാവിനെ കിട്ടിയാലുള്ള ഇമ്പോർട്ടൻസ് ഒന്നും അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ പല പല സാക്ഷ്യങ്ങൾ പറഞ്ഞ് കേട്ട് തുടങ്ങിയപ്പോഴാണ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രമാത്രം അനുഗ്രഹമാണ് മാതാവിനെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയിട്ട് ആദ്യ സമയങ്ങളിൽ എനിക്ക് അലർജി കൂടുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ എന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് പലപ്പോഴായിട്ട് വചനം വായിച്ചപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായി നമ്മൾ ദൈവത്തിൻ്റെ അടുത്തും കൂടുതൽ അടുക്കുന്ന സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകാൻ ഞാൻ ഒരു രീതിയിലും തീരുമാനിച്ചില്ല. ഞാൻ ശക്തമായിട്ട് തന്നെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ധ്യാനം കേട്ടു, ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടു. അതുപോലെ തന്നെ ഓരോ സാക്ഷ്യങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിത്തം എക്സാമാണ്, പക്ഷേ ഞാൻ എന്നാൽ പോലും ഞാൻ സാക്ഷ്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞാൻ എപ്പോഴും എനിക്ക് പഠിക്കുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ എപ്പോഴും യൂട്യൂബിലിരുന്ന് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ആക്ച്വലി സാക്ഷ്യങ്ങളിൽ നിന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നുമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പല പല കാര്യങ്ങൾ ഞാൻ പഠിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ പതുക്കെ ഇവിടുത്തെ വ്യഞ്ജനിച്ച തൈലവും ഉപ്പുമൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അലർജി പതുക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. 2 ഗ്രൂപ്പ് 8 പേപ്പറാണ്. 8 പേപ്പറും ഒരു ദിവസം പോലും ഇടപെടാതെ വേണം പോയി എഴുതാൻ. അപ്പോൾ എനിക്ക് മുമ്പ് തന്നെ ഉറക്കം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എങ്ങനെ ഞാൻ 8 പേപ്പർ പോയി എഴുതും. അപ്പോൾ എൻ്റെ ടീച്ചർമാരും എല്ലാം എന്നോട് ആദ്യം പറഞ്ഞു 8 പേപ്പർ എഴുതുന്നത് റിസ്ക് ആണ്, ആലോചിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗത്തിൽ വെച്ചത് ഞാൻ 8 പേപ്പറും എഴുതി പാസ്സാവണം എന്നാണ്. അതുകൊണ്ട് ഞാൻ പിന്നോട്ട് പോയില്ല, മുന്നോട്ട് തന്നെ പോവും. ഞാൻ എഴുതുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തു. സത്യം പറഞ്ഞാൽ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ 8 പേപ്പർ ഒരേ സ്ട്രെച്ചിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന എനിക്ക് ആ 8 ദിവസം വളരെ ഭയങ്കരമായ ഒരു ശക്തി ലഭിക്കുകയും ഞാൻ അന്ന് 2-3 മണിക്കൂറാണ് ഞാൻ ഓരോ ദിവസം ഉറങ്ങുന്നത്. പക്ഷേ എന്നാലും ഞാൻ തളരാതെ എന്നും എനിക്ക് ട്രാവൽ ചെയ്ത് പോയി എക്സാം എഴുതാനുള്ളൊരു ശക്തി കിട്ടി. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. ഇതെല്ലാം ഞാൻ പഠിച്ചത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കാശുരൂപം കൈപ്പിടിച്ച് ഉപ്പ് വിതറിയിട്ടൊക്കെയാണ് അവർ എക്സാം എഴുതിയിരുന്നത് എന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, എന്നെ നടത്തുന്നത് മാതാവാണ്, ആൾക്കാരെന്തും വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ നിറകയിൽ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ ഓരോ എക്സാം എഴുതിയത്. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന പലയിടങ്ങളിലും സ്റ്റക്കാവുന്ന സമയത്ത് ഞാൻ ഈ കാശുരൂപം ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേളിൽ വെച്ച് ഞാൻ വിശ്വാസപ്രമാണം പറയും. സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുപോലെ എന്തെന്നില്ലാത്തൊരു ശക്തി എനിക്ക് ലഭിച്ച് എനിക്ക് പലതും എൻ്റെ സോൺ ഔട്ടായി പോകുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടി തുടങ്ങി. ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ടാലിയാക്കുന്ന കാര്യങ്ങളായാലും എവിടെയെങ്കിലും വെച്ചൊന്ന് പതറിപ്പോവുകയാണെങ്കിൽ ഞാൻ മാതാവിന് വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എവിടെന്നെങ്കിലും അതിനൊരു ലൂപ്പ് ഹോൾ കിട്ടി. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും തിരിച്ച് ആൻസർ ഷീറ്റ് കൊടുക്കുമ്പോഴും മാതാവിൻ്റെ വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ആയിരുന്നു റിസൾട്ട്. എൻ്റെ മെറിറ്റോണ്ട് എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതും എന്നെപ്പോലെ കുറച്ച് അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അതിശയമാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും. കാരണം ഞാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധതൈലം അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തോ മാതാവിൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എക്സാം റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ
ഞാൻ സാക്ഷി എഴുതി, ഞാൻ എൻ്റെ ഡയറിയിൽ സാക്ഷി എഴുതി, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്ന് പറയുന്നതെന്നൊക്കെ സാക്ഷി എഴുതി. റിസൾട്ട് വന്നപ്പോൾ അത്ഭുതം, എനിക്ക് നോക്കാൻ അന്ന് അച്ഛൻ്റെ ധ്യാനമുള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു റിസൾട്ട് വന്നു, എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി, എന്തായി. ഞാൻ വിചാരിച്ചു ധ്യാനം അറ്റൻഡ് ചെയ്തിട്ട് എന്തായാലും നോക്കുന്നുള്ളെന്ന്. ധ്യാനം അറ്റൻഡ് ചെയ്ത് എൻ്റെ പപ്പയാണ് റിസൾട്ട് നോക്കിയത്. ഞാൻ 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അങ്ങനെ 8 പേപ്പർ ഒറ്റയടിക്ക് എഴുതി പാസ്സായത് വളരെ ഒരു അത്ഭുതമാണ്. മാതാവിൻ്റെ ഒരു കൃപയില്ലാതെ എനിക്ക് അത് ലഭിക്കില്ല. അത് കംപ്ലീറ്റ്ലി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ പിന്നീട് എനിക്ക് ഉണ്ടായ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വയറുവേദന വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എനിക്കതിന് മുൻപേ വയറുവേദനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണിങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുത്തെ തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൽ ഉപ്പിട്ടിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാനത് കുടിച്ചു. ആഹാരത്തിലും കുറച്ച് ഉപ്പിട്ടും അങ്ങനെ കഴിച്ചു തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് വയറുവേദന പൂർണ്ണമായിട്ട് മാറി. എക്സാമിൻ്റെ സമയത്ത് ഒരുപക്ഷെ ആ വയറുവേദന വന്നിരുന്നെങ്കിൽ എനിക്ക് എക്സാമിന് തടസ്സമായേനെ. പക്ഷേ എനിക്ക് വയറുവേദന ഒന്നും വന്നില്ല. പിന്നെ ഇന്നേ വരെ എനിക്ക് ആ ഒരു വയറുവേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു മരുന്നും ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. മാതാവിൻ്റെ തൈലവും ഉപ്പും കൊണ്ട് മാത്രമാണ് എനിക്കത് പൂർണ്ണമായിട്ട് മാറി കിട്ടിയത്. മറ്റൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, CMA എക്സാമിന് എല്ലാം കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് ജോലി കിട്ടാനുള്ള പ്ലേസ്മെൻറ്റിൻ്റെ ആയ സമയത്ത് ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് എനിക്ക് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശ് രൂപം തന്നു. അപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ പ്ലേസ്മെൻറ്റ് അറ്റൻഡ് ചെയ്തു. ഓൺലൈൻ പ്ലേസ്മെൻറ്റ് 2nd റൗണ്ടിൽ എനിക്ക് നല്ലൊരു MNCയിൽ ബാംഗ്ലൂർ എനിക്ക് അനലിസ്റ്റായിട്ട് ജോലി കിട്ടി. അതും ആ കിട്ടിയതും 2 ദിവസമാണ് അവർ ഡോക്യുമെൻറ്റേഷനുള്ള സമയം തന്നത്, ഡോക്യുമെൻറ്റ് ഫില്ല് ചെയ്യാൻ. ആ 2 ദിവസം മാതാവിൻ്റെ സമയച്ചുരുക്കത്തെയാണ് അത് കാണിക്കുന്നത്. മാതാവ് സമയച്ചുരുക്കിയാണ് 2 ദിവസമാക്കി തന്നതും. ആ സമയം ഞാനത് ഡോക്യുമെൻ്റ് ഓൺലൈനിൽ കാണാനും ഞാൻ ഫില്ല് ചെയ്യാനും ഇടയായത്. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, എനിക്ക് ഓഫർ ലെറ്ററും എല്ലാം. പൊതുവേ ഒരു MNCയിൽ ഒരു ഓഫർ ലെറ്റർ കിട്ടണമെങ്കിൽ സമയമെടുക്കും. പക്ഷേ എനിക്ക് 2 ആഴ്ച കൊണ്ട് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഇൻ്റർവ്യൂ, ഓഫർ ലെറ്റർ എല്ലാം സാധിച്ചു കിട്ടി. എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതും കൃപാസന മാതാവിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എൻ്റെ പപ്പായ്ക്ക് ജോലിയുടെ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് പപ്പയ്ക്കൊരു ജോലി, ഞങ്ങൾക്ക് ഗൾഫിൽ തന്നെ ഒരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ചു. എന്നിട്ട് ഞാനും എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 2, 2024 നിയോഗം കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഡിസംബർ പകുതിക്ക് മുന്നേ പപ്പായ്ക്ക് ജോലി കിട്ടണമെന്ന്, ഞാൻ ഗൾഫിൽ തന്നെ ജോലി കിട്ടണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. അതും സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഡിസംബർ പകുതിക്ക് മുന്നേ തന്നെ പപ്പയ്ക്ക് ജോലി കിട്ടി. പപ്പ ഗൾഫിൽ പോയി. പപ്പ ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതും കൃപാസന മാതാവിൻ്റെ വലിയൊരു കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ പഠിക്കുന്ന സമയത്തും എല്ലാം ഞാൻ ഡയറിയിൽ മാതാവിൻ്റെ വചനങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ ഞാൻ എഴുതുമായിരുന്നു. അതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ ഒരുപാട് വട്ടം എഴുതുമായിരുന്നു. പിന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പത്രപ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രധാനമായിട്ടും ഗവൺമെൻറ് ആശുപത്രികളിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആശുപത്രി രോഗികൾക്കും അവിടെ അടുത്തുള്ള കടകളിലുമൊക്കെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ഓട്ടോക്കാർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കുമായിരുന്നു, അവിടുന്ന് എന്ത് തരും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അവിടുന്ന് എന്ത് തരും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ചിലരൊക്കെ പരിഹസിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വേറൊന്നുമല്ല കിട്ടുന്നത്, മാതാവിൻ്റെ കൃപയും അനുഗ്രഹവുമാണ് കിട്ടുന്നത്. ജീവിതത്തിൽ അതാണ് മുഴുവൻ കിട്ടിയത്. അപ്പോൾ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ട സമയത്ത്, പല സാക്ഷ്യങ്ങളും കേട്ട സമയത്താണ് ഞാൻ അറിഞ്ഞത്, വെറുതെ പത്രം കൊടുക്കുന്നതിലും നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്ത് മാതാവിനെ പറ്റി പറഞ്ഞ് പത്രം കൊടുക്കുന്നതാണ് കൂടുതൽ അനുഗ്രഹമെന്നും മറ്റുള്ളവരെ അറിയിക്കാൻ നല്ലത് അതാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ പത്രത്തിലും ഇവിടുത്തെ തൈലം പൂശി വിശ്വാസപ്രമാണം പറഞ്ഞിട്ടായിരുന്നു ഞാൻ പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പത്രം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഞാൻ ഇവിടെ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞ്, ഇവിടുത്തെ അത്ഭുതങ്ങൾ പറ്റി പറഞ്ഞ്, നിങ്ങളുടെ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ തന്നെ അവിടെ കടത്തിണയിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ട അപ്പച്ചന്മാർക്കൊക്കെ ഞാൻ പൊതു കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് സ്നേഹതീരം എന്ന് പറഞ്ഞൊരു അമ്മമാർക്കുള്ളൊരു ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വിളിച്ച് ചോദിച്ച് ഞങ്ങൾ സാധനങ്ങൾ അതിനനുസരിച്ച് വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഓൺലൈനിലൊക്കെ വരുന്ന ഓരോരുത്തരുടെയും, അപ്പം ക്യാൻസർ രോഗികൾ, മറ്റ് ട്രീറ്റ്മെൻ്റ് ഉള്ളവർക്കൊക്കെ അന്നൊക്കെ എന്നാൽ ആവുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്.
പിന്നെ ആവശ്യത്തിലിരിക്കുന്ന പലരെയും സഹായിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായനയും മുടങ്ങാതെ ബൈബിൾ വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒട്ടും മുടക്കിയിട്ടില്ല. കൃപാസനത്തിൽ വന്നേ പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. അതുപോലെ തന്നെ മാതാവിനെയും കർത്താവിനെയും കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. കുർബാന ഞങ്ങൾ മാക്സിമം പറ്റുന്നിടത്തോളം എല്ലാം ഞങ്ങൾ കുർബാന എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോഴായാലും ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളി ഏതാണോ അവിടെ പോയി ഞാൻ കുർബാന കൂടാറുണ്ട്. ഗ്രോട്ടോയിൽ പോയി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തിക്കൊള്ളുന്നു. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. സഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം വചനമാണ്. CMA പ്ലേസ്മെൻ്റ് ആണ്. അതും ഇവിടെ വന്ന് പ്ലേസ്മെൻറ്റിന് മുൻപ് തന്നെ ജോസഫ് അച്ഛനെ കാണുകയും ബ്ലെസ്സിങ് മേടിക്കുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഈ മകൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 2 ദിവസം കൊണ്ട് പോലും കൂടെ എല്ലാ പേപ്പേഴ്സും പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും ഈ മകൾക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ്, അതായത് MNCയിൽ അനലിസ്റ്റായിട്ട് ബാംഗ്ലൂരിൽ തന്നെ ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. അതും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹമാണ്, ഒരു കൃപയാണെന്നാണ് ഈ മകളെ കൂടുതൽ വീണ്ടും വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മെറിറ്റല്ല, ബട്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ഈശോയും അമ്മയും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുവാൻ. അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്ന അമ്മ. കൃപാസനം അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം വചനം പറയുന്ന പോലെ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ദൈവ സാന്നിധ്യമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുകയും എന്ത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ആ ശക്തിയും ആ ബലവും നൽകുന്നത്. ഈ മകളുടെ ജീവിതത്തിലും കർത്താവായ ദൈവമാണ് വിജയം നൽകുന്ന യോദ്ധാവ്. ആ യോദ്ധാവിൻ്റെ അരികിൽ ഈ മകൾ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നു നിന്ന് സാക്ഷ്യം പറയുന്നത്. ഈ മകൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും, പ്രത്യേകിച്ചും പത്രം, പലപ്പോഴും പല വാക്കുകൾ കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിലും പക്ഷെങ്കിൽ ഒന്നും വകവയ്ക്കാതെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഈ മകളുടെ തീഷ്ണത, അതും പിന്നെ പ്രാർത്ഥിച്ച് പത്രം കൊടുക്കുമ്പോൾ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ആ തീഷ്ണതയാണ് ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഒരു കാര്യം അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ്. അങ്ങനെ ഈ മകൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനമെല്ലാം നല്ല ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്തുകൊണ്ട് ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും എന്തു തന്നെ പ്രശ്നമായാലും ബുദ്ധിമുട്ടുകളായാലും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമിത മരിയയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റോസ്ലി ജോർജ്. ഇത് എൻ്റെ മൂത്ത മകൾ അഞ്ജന ജോർജ്. ഇത് എൻ്റെ ഇളയ മകൾ അപർണ ജോർജ്. ഞാൻ വരുന്നത് കോതമംഗലത്തിനടുത്തുള്ള മാതിരിപ്പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 16/9/2025 എൻ്റെ ഇളയ മകൾ OET പാസ്സായിട്ട് 2 വർഷം കഴിഞ്ഞായിരുന്നു. അവളുടെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരികളും പോയിരുന്നു. അയർലൻഡിലേക്ക് UK എല്ലാം പോയിരുന്നു. മകൾക്ക് കിട്ടിയത് അയർലൻഡ് സ്കോറാണ്. ഞാനിവിടെ വന്ന ഒരു നിമിത്തം പോലെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ മോൾക്ക് കിട്ടിയ കാര്യങ്ങൾ എൻ്റെ മോള് തന്നെ പറയും. എൻ്റെ പേര് അപർണ ജോർജ്. എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിലോട്ട് വരുന്നത്. ഞാൻ OET പാസ്സായി 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നുണ്ടായില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ ഇൻ്റർവ്യൂ ഒന്നും വരാത്ത സാഹചര്യത്തിൽ പ്രാർത്ഥനയോടെയുള്ള ആ ഒരു ഇത് കുറയുകയും പിന്നെ പരിശുദ്ധ ജപമാല അർപ്പിക്കാൻ മറന്നു പോവുകയും സമയം കിട്ടുമ്പോൾ മാത്രം ജപമാല അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശീലമായിട്ടൊക്കെ മാറിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ആഴ്ച അയർലൻഡ് ഓപ്പൺ ആയെന്ന് ഞാൻ അറിയുകയുണ്ടായി. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് എനിക്ക് കിട്ടി. അതൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, കൊച്ചി മാരിയറ്റിൽ വെച്ചിട്ട്.
അപ്പോൾ ഞാൻ അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് പഠിച്ചു, പക്ഷേ ഞാൻ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷേ പ്രിപ്പയർ ചെയ്യാനുള്ള ടോപ്പിക്സ് എല്ലാം ഏജൻസിയിൽ നിന്ന് തന്നിരുന്നു. അപ്പോൾ ഞാൻ അതിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്ത് എൻ്റെ ടോപ്പിക്സ് എല്ലാം അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഞാനതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. എനിക്ക് ഇൻ്റർവ്യൂവിനെ കോൾ വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂ പാനലിൽ പോയിരുന്നു. എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത് അയർലൻഡിലെ 2 ഐറിഷ് ലേഡീസ് ആയിരുന്നു. അവർ പറയുന്ന ലാംഗ്വേജ് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും ആ സമയത്ത് എപ്പോഴും ഒരു വിശ്വാസം വരികയും ഞാൻ മാതാവിനോട് പിന്നീട് ശക്തമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാതാവ് തരുമെന്ന് വിശ്വസിച്ചൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് ഇങ്ങനെയായിരുന്നു: ഐ ആം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്നുള്ളത്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട്, ഒരുപാട് കരഞ്ഞു, മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി തൊട്ട് ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും, ഒരു ദിവസം പോലും ഞാൻ ജപമാല ചൊല്ലാതിരിക്കില്ല. ഇനി അങ്ങോട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിലെല്ലാം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമെന്നൊരു വാക്ക് ഞാൻ മാതാവിനെ സമർപ്പിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ടേക്ക് ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറയുന്നത്, കൃപാസനത്തിൽ ജപമാല റാലി നടക്കുന്നുണ്ട്, നീ വരണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ജപമാല റാലിക്ക് വേണ്ടിയിട്ട് എന്നെ ആത്മീയമായി ഒരുപാട് പ്രിപ്പയർ ചെയ്തു. ഞാൻ ഉപവാസം എടുത്തു. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഞാൻ നോമ്പെടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലി. അങ്ങനെ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോകേണ്ടതിൻ്റെ തലേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കാലിൽ ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം, എൻ്റെ കാലിൽ ടെൻഡൻ നീര് വെച്ച് അത് ചുവന്ന് ഒരുപാട് സ്വെല്ലിംഗ് ആയിട്ട് കാലെനിക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ ഓർത്ത് ഞാൻ എങ്ങനെ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോകുമെന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു. അന്ന് വീട്ടിൽ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞു എങ്ങനെ ഈ കാല് വെച്ച് പോകുമെന്നുള്ളത്. പക്ഷേ ഞാൻ അതിനുവേണ്ടി ആത്മീയമായി ഒരുപാട് തയ്യാറെടുത്തിരുന്നു. കാരണം എൻ്റെ ആവശ്യമാണ് ജപമാല റാലിക്ക് പോകണമെന്നും മാതാവിൻ്റെ എൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അന്ന് വീട്ടിൽ വന്ന ദിവസം അമ്മ ചൂടുവെള്ളം അതിൽ മാതാവിൻ്റെ ഉപ്പ് ഇട്ട് ഞാൻ കാലിൽ ചൂട് പിടിച്ചു. ആ സമയത്തും എനിക്ക് വേദനയുണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ കയറിയ സമയത്തും അമ്മ കാലിൽ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും എല്ലാം എൻ്റെ കാലിൽ പുരട്ടി. അങ്ങനെ എപ്പോഴും എൻ്റെ വേദന പതിയെ ഒന്ന് കുറഞ്ഞ് എൻ്റെ വേദനയ്ക്കൊരാശ്വാസം ഉണ്ടായി. ഞാൻ പതിയെ ഒന്ന് മയങ്ങി, ജപമാലയൊക്കെ ചൊല്ലി മയങ്ങി. ഇവിടെ വന്നു, വെളുപ്പിന് വന്നു, മാതാവിനെ കണ്ടു. മാതാവിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ ജപമാല റാലി കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ടാവണം, എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ് അമ്മ തരണം എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ നിമിത്തം അല്ലെങ്കിൽ ഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ മാതാവ് അമ്മ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കാലിൽ പുരട്ടിയതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കാലിലെ വേദന മാറുകയും അത്രയും കിലോമീറ്ററോളം ഞാൻ നടന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനും എൻ്റെ ജപമാല റാലി എനിക്ക് വളരെ ഭക്തിയോടെ ഞാൻ പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. ആ അസുഖം എന്നെ വിട്ട് മാറി എന്നുള്ളതാണ്. എനിക്ക് ആ സമയത്ത് പിന്നീട് ഒരു വേദനയും ഉണ്ടായിട്ടില്ല. രണ്ടാമതായി എനിക്ക് പറയേണ്ട കാര്യം, എൻ്റെ വിസയ്ക്ക് വെക്കാൻ പോയപ്പോഴുള്ള സമയമായിരുന്നു. വിസയ്ക്ക് വെക്കാൻ പോയ അന്ന് അമ്മ എൻ്റെ ഡോക്യുമെൻസിൻ്റെ കവറിലെല്ലാം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ശിരസിൽ തൈലം പറ്റി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു തടസ്സവും കൂടാതെ കൊച്ചി VFSലെത്തി. അവിടെ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ തന്നെയാണ് പോകുന്നത്, എനിക്ക് വഴി അറിയില്ല, എനിക്ക് വഴി കാണിച്ചു തരണം, എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ അമ്മയോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വഴി അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് മോളെയും കൂടെ പോണേന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇന്ന സ്ഥലത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഞാനും അതേ സ്ഥലത്തോട്ടാണ് പോകുന്നത്, എൻ്റെ കൂടെ പോരേന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരു ബസ്സിന് കയറി ഒരു സ്ഥലത്ത് ഇറങ്ങി. പക്ഷെ ഞാൻ ആ ചേച്ചിയെ കണ്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അത് എൻ്റെ കൂടെ വന്നത് എൻ്റെ അമ്മയാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഈശോ എൻ്റെ അമ്മയെ അയച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും തീർത്ത് വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് എൻ്റെ മെഡിക്കലിന് പോകുന്ന കാര്യമാണ്. ഞാൻ മെഡിക്കലിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് TBയുടെ ഒരു ടെസ്റ്റുണ്ട്, മാൻടോക്സ് എന്ന് പറയുന്നത്, തൊലിപ്പുറത്താണ് എടുക്കുന്നത്. അത് എടുത്ത അന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റു, വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ
കയ്യിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ വരെ ഇല്ലാത്ത സ്ഥലത്ത് പാട് വെച്ചിട്ട് അത് മൊത്തം വീർത്ത് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുമായിരുന്നു ആ സ്ഥലം. അപ്പം എനിക്കൊരുപാട് ടെൻഷനായി. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാൻഡോക്സ് പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മൾക്ക് മെഡിക്കൽ റിജക്ഷൻ വരികയും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ വന്നിട്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനും അമ്മയുടെ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എനിക്ക് മാൻഡോക്സ് റീഡ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകണമായിരുന്നു. അന്ന് പോയ അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ ഇന്നലെ ഉണ്ടായിരുന്നു ഒരു പാടും ഉണ്ടായില്ല, അത് അപ്രത്യക്ഷമായി പോയിരുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ കഴിഞ്ഞ ആഴ്ച തലയാഴ്ച മൊത്തം എനിക്ക് പനിയും ജലദോഷവും നല്ല കഫക്കെട്ടും ഉണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ തലേദിവസം വരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് നല്ല കഫക്കെട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പേടിച്ചു. എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ ചെസ്റ്റിൽ ഇൻഫെക്ഷനായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും റിജക്ഷൻ വരും. ഞാൻ എന്ത് ചെയ്യുന്നോർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചു. പക്ഷേ ഞാൻ എക്സ്റേക്ക് കയറുന്നതിന് മുന്നേ അമ്മ എനിക്ക് ഉടമ്പടി തൈലങ്ങൾ ഉപ്പ് കഴിക്കാനായിട്ട് തന്നു. എൻ്റെ നെറ്റിയിൽ തൈലം പൂശി തന്നു. ഉടമ്പടി വസ്തുവായ തേൻ എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നു. അങ്ങനെ എക്സ്റേ എടുത്തു. അതിൻ്റെ റിസൾട്ട് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എക്സ്റേയുടെ റിസൾട്ട് നോർമലായിരുന്നു. ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുക്കൾ തരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടും ഇന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. എൻ്റെ വിസ എൻ്റെ കയ്യിൽ വന്നു, തടസ്സങ്ങളൊന്നും കൂടാതെ. എൻ്റെ മെഡിക്കൽ ക്ലിയറായി എനിക്ക് കിട്ടി. എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ അടുത്ത തിങ്കളാഴ്ച അയർലൻഡിലോട്ട് പോവുകയാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്താണ് നിൽക്കുന്നത്. മാതാവിനോട് എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അമ്മ എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു അനുഗ്രഹം മാതാവ് തന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ജപമാല റാലിക്ക് പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പുതിയ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ലീവൊക്കെ എടുത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയി. പക്ഷേ അന്ന് എനിക്ക് വളരെ വൈകിയാണ് അവർ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞത്. അന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനൊന്നും പറ്റിയുണ്ടായില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലണ സമയത്താണെങ്കിലും ഞാൻ എഴുന്നേറ്റിരുന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച ഒരു കാര്യം, അന്ന് എനിക്ക് കിട്ടാതെ പോയത് എന്നെ 2 ഐറിഷ് ലേഡികൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഇൻ്റർവ്യൂ ചെയ്യുമ്പം അമ്മ എനിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായി മനസ്സിലാക്കി തരണം, ഇന്ന് ഇൻ്റർവ്യൂ പാസ്സാക്കി തരണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് അമ്മ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തേനും എൻ്റെ ഹെഡ്സെറ്റിൽ പുരട്ടുകയും എൻ്റെ നെറ്റിയിൽ പുരട്ടുകയും അതുപോലെ എൻ്റെ ഫോണിലാണെങ്കിലൊക്കെ നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങി. അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ഒരു ഐറിഷ് ലേഡി ഉണ്ടായിരുന്നു, അല്ലാത്തൊരു ലേഡി ഉണ്ടായിരുന്നു. പക്ഷേ ഐറിഷ് ലേഡി എന്നെ ഇൻ്റർവ്യൂ ചെയ്തില്ല, വേറൊരു സ്ത്രീയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായി മനസ്സിലായി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മാതാവാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതെന്ന്. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന്. പക്ഷേ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് വേറൊരാളായിരുന്നു. എന്നോട് താങ്ക് യു പറയാൻ വേണ്ടി മാത്രമാണ് ഐറിഷ് ലേഡി എന്നോട് സംസാരിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇതെൻ്റെ മൂത്ത മകള്. ഈ മകളും നേഴ്സാണ്. അപ്പോൾ ഈ മകളും ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ചായിരുന്നു ഈ മകൾക്കൊരു ഗവൺമെൻറ് ജോബ് കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നേര്യമംഗലം PHCയിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഈ മകൾക്ക് ജോലി കിട്ടി. അതുപോലെ ഞാൻ പറഞ്ഞായിരുന്നു അമ്മേ ഈ മകൾക്ക് ഇച്ചിരി സാലറി കൂട്ടിക്കൊടുക്കണമെന്ന് മനസ്സിലിങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ അവിടെ കയറുന്നതിന് മുൻപ് 3-ാമത്തെ ദിവസം 1600 രൂപ ഈ മകൾക്ക് കൂട്ടിക്കൊടുത്തു. ഈ മകൾ PHCയിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവിടെ നേര്യമംഗലത്തുള്ള പാലിയേറ്റീവ് നേഴ്സുമാരായിരുന്നു അധികം അവിടെ ഇൻ്റർവ്യൂവിന് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു അമ്മേ ഇത് കിട്ടില്ല അമ്മേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അമ്മ, ഇത് നിനക്കുള്ളതാണെങ്കിൽ അമ്മ ഇത് തന്നിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൾക്ക് ഇപ്പോൾ ആ ജോലി കിട്ടി, അത് തുടർന്നുകൊണ്ട് പോകുന്നു. ആ ഇൻ്റർവ്യൂവിന് ആ പഞ്ചായത്തിലെ ഒരു 10 പേരുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് ആ പഞ്ചായത്തിൽ നിന്ന് അല്ലാതെ ഒരാളുണ്ടായിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു എന്തായാലും എനിക്ക് കിട്ടൂല എന്നുള്ളത് എനിക്കറിയായിരുന്നു. പിന്നെ അവർ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ സത്യസന്ധമായി ഉത്തരം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു അത് പറയേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടൂല, കാരണം ആ പഞ്ചായത്തിൽ തന്നെ 10 പേരാണ്, പഞ്ചായത്തിലുള്ളവർക്കാണ് മുൻഗണന കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഇൻ്റർവ്യൂവിൽ എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. കാരണം അന്ന് അവിടെ വന്ന ആരുടെയും കയ്യിൽ പാലിയേറ്റീവ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കാണ് ആ സെലക്ഷൻ കിട്ടിയത്. ഇത് പോവാൻ നേരത്താണേലും അമ്മ എനിക്ക് തൈലം നെറ്റിയിൽ തൂത്ത് തന്നായിരുന്നു. പിന്നെ തേനും ഉപ്പും എല്ലാം തന്നായിരുന്നു. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പ് അവിടെ ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ ആ ജോലി അമ്മ മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ ഡ്രൈവിങ് പഠിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അമ്മയുടെ ഒറ്റ വാശിയിലാണ് എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ വിടുന്നത്. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ടെസ്റ്റിൻ്റെ തലേ ദിവസം ഡ്രൈവിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ വന്ന ആളല്ലായിരുന്നു അന്നേ ദിവസം വന്നേ. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞു, നീ ചെയ്യണത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം ഇത്രയും ദിവസം ഞാൻ പഠിച്ചതുപോലെയല്ല, പെട്ടെന്ന് എന്നോട് മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കാകെ ടെൻഷനായി. ഞാൻ വീട്ടിൽ വന്ന അമ്മേനോട് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ മാതാവ് കൂടെയുണ്ട്. അമ്മ എന്നിട്ട് പിറ്റേ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ നേരത്ത് കാശ് രൂപം എൻ്റെ ഉടുപ്പിൽ കുത്തി തന്നു, തൈലം തൂറ്റി തന്നു, അതുപോലെ ഉപ്പും തേനും എല്ലാം എനിക്ക് തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു എനിക്ക്. പക്ഷേ ഒരു കുറവുമില്ലാതെ അമ്മ മാതാവ് ഇപ്പോൾ എന്നെ ഞാൻ വണ്ടിയിൽ എല്ലാവരും മോളെ ഇരുത്തിയിട്ടാണേലും അമ്മ ഇരുത്തിയിട്ടാണേലും വണ്ടി ഓടിക്കുന്നുണ്ട്. അത് ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് 5 കെട്ട് പത്രം മേടിക്കും. അതുപോലെ 5 ടിന്ന് തേൻ, 5 ടിന്ന് ഉപ്പ്, കുഞ്ഞ് കാശ് രൂപം, കൊന്ത, ഇത്രയും മേടിക്കും ഞാൻ ഇവിടുന്ന്. അപ്പം ഞാൻ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആശാ വർക്കറാണ്. അപ്പം ഞാൻ അങ്ങനെ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്നോട് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്മയെക്കുറിച്ച്. അപ്പം ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കും. ഞാൻ ഉടമ്പടി ഉപ്പും കൊടുക്കും, തേനും കൊടുക്കും. പിന്നെ അവർക്ക് ഇങ്ങനെ പറയും, മോളെ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ നെറ്റിയിൽ തൈലം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അവർ എന്നെ വിളിച്ച് പറയും, മോളെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആ അസുഖം ഭേദപ്പെട്ടു മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുവാൻ എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം ചിലപ്പോൾ എനിക്ക് മിക്ക ദിവസങ്ങളും എനിക്ക് ആ സമയത്ത് കൂടാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഞാനത് കൂടിയിരിക്കും, എന്തായാലും ഞാനത് കൂടിയിരിക്കും. എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ ഞാൻ പോകും. പള്ളിയിൽ പോകുന്നത് പറയുന്നത്, ഞങ്ങളുടെ പള്ളിയിൽ പോകുന്നത് ഒരു ഭയങ്കര ഒരു ഒരു കയറ്റത്താണ് ഞങ്ങളുടെ പള്ളി ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് ദിവസവും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാതാവിനെ മാത്രം വിളിക്കും, അമ്മേ ഈ കയറ്റം കയറാൻ അമ്മ എന്നെ സഹായിക്കണേ, അമ്മ എൻ്റെ കൈ പിടിക്കണേ എന്നും പറഞ്ഞിട്ട് ഞാൻ കയറണത്. പക്ഷേ ഒരു കുറവുമില്ല, ഞാൻ ആ കയറ്റം കയറി അണയ്ക്ക പോലുമില്ല. ഞാൻ ആ പള്ളിയിൽ ചെന്ന് എനിക്ക് സുഖമായിട്ട് കുർബാന കൂടി തിരിച്ചു വരുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് എന്നിലാവുന്ന വിധം സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. 10 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അന്ന് ഒരു പൂവ് ചോദിച്ചാൽ എനിക്ക് പൂക്കാലം തരുന്നൊരവസ്ഥ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജോലി സ്ഥലത്ത് ഞാനിതുപോലെ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഭയങ്കര ജോലിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ശൈലി സർവേ എന്ന് പറഞ്ഞൊരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേ ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവൻ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. ഇന്ന് നമ്മൾ ഒരിക്കലും സഞ്ചരിക്കാത്ത, കണ്ടു പരിചയമില്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡായാലും ജോലിക്കാര്യമായാലും ഈവൻ ഇൻക്ലൂഡിങ് ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും എല്ലാം പുതിയ പുതിയ സാഹചര്യങ്ങളാണ്. കാണാത്ത വഴിയിലൂടെ കടന്നു പോകുവാൻ ഒരു വലിയ പ്രത്യാശ നമുക്ക് തരുന്നത് ഇന്ന് ഉടമ്പടിയാണ്. നാം അറിയാത്ത വഴിയിലൂടെ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ
ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത് ദൈവം തുറന്നു കൊടുക്കുന്ന പുതിയ പദ്ധതികളാണ്. റോസ്ലി ജോർജ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ദൈവം തുറന്നു കൊടുത്ത ഒരു പുതിയ വഴികളെ പറ്റിയുള്ള ദൈവാനുഭവ സാക്ഷ്യമാണ്. ഇളയ മകൾ OET പഠിച്ചിട്ട് അയർലൻഡ് സ്കോർ കിട്ടി വീട്ടിലിരുന്നപ്പോഴാണ് അമ്മ മകൾക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3-ാം ആഴ്ച തന്നെ അയർലൻഡ് പോകാനായിട്ട് ഓപ്പൺ ആവുകയും പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഈശോയും അമ്മയും ഒരുക്കി കൊടുക്കുകയാണ് ഈ മകൾക്ക് മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ആദ്യം ഒരു അറ്റംപ്റ്റ് ചെയ്തു. അത് ഈ മകൾ നല്ലതുപോലെ പഠിച്ചിരുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് അല്പം പുറകിലായിരുന്നു. 2ാമത്തെ അറ്റംപ്റ്റിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചു. പഠിക്കുവാനുള്ള സമയം അധികം ലഭിച്ചില്ല. പക്ഷെങ്കിൽ പ്രാർത്ഥനയുടെ ബലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങൾക്കും പോയപ്പോഴെല്ലാം ഉടമ്പടി വസ്തുക്കളും ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സംരക്ഷണവും എല്ലാം അനുഭവിച്ചതായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ജപമാല റാലിയിൽ അഖണ്ഡ ജപമാല റാലിയിൽ വന്നപ്പോൾ വരാൻ തീരുമാനിക്കുകയും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ മകൾ ജപമാല റാലിക്ക് വരാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ടെൻഡനൈറ്റിസ് എന്ന രോഗം വരികയും വരാൻ പറ്റുമോ എന്ന സാഹചര്യത്തിൽ കാല് നല്ലതുപോലെ നീര് വയ്ക്കുകയും അതെല്ലാം അതുമെല്ലാം മറന്നിട്ടാണ് എല്ലാ ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാലും ഇതെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഈ മകൾ കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ വിശ്വാസത്തോടെയാണ് അഖണ്ഡ ജപമാല റാലിക്ക് വരികയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ റാലിയിൽ തന്നെ ഈ മകൾക്ക് ടെൻഡനൈറ്റിസ് എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയോടെ ഭക്തിയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും അന്ന് രാവിലെ ഉടമ്പടി വസ്തുക്കളായി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും 2ാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും മകൾ പ്രാർത്ഥിച്ചത് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നാണ്. അങ്ങനെയാണ് അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഒരു സ്ത്രീയുടെ രൂപത്തിലായിരുന്നു. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കിയത്. കാരണം ഒരു സ്ത്രീ നല്ല രീതിയിൽ സംസാരിക്കുകയും അവരുടെ ആ സാന്നിധ്യത്തിൽ തന്നെ ഒരു ഉറപ്പ് നൽകി അമ്മ കൂടെ ഉണ്ടോ എന്നുള്ളത്. വിസയ്ക്ക് പോയപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന യാത്രയിൽ അവിടെയും ഒരു സ്ത്രീ വന്നാണ് സഹായിച്ചത്. എൻ്റെ ഈശോ എൻ്റെ അമ്മ മാതാവിനെ കൂടെ അയച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഏത് വഴിയിലൂടെ പോകുമ്പോഴും പുതിയ വഴിയിൽ കൂടെ സഞ്ചരിച്ചായാലും പോയിട്ടില്ലാത്ത വഴിയിൽ കൂടെ പോയാലും അമ്മ മാതാവുണ്ട് നമ്മുടെ സംരക്ഷണത്തിന്, ഈശോയുണ്ട് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാനായിട്ട്. അങ്ങനെ അവിടെയും വിസയ്ക്ക് പോയപ്പോൾ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിലൂടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഈ മകൾക്ക് മനസ്സിലാവുകയും ചെയ്തു. മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു വ്യത്യസ്തത തോന്നി. ഉടമ്പടി വസ്തുക്കൾ ആ മകൾ കൂടുതൽ വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും പിന്നീട് ടെസ്റ്റിന് പോയപ്പോൾ TB ടെസ്റ്റ് ക്ലിയറാക്കി കൊടുക്കുകയും ചെയ്തു. ഇതും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഈ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയും ഇൻ്റർവ്യൂവും വിസയും മെഡിക്കൽ ടെസ്റ്റും എല്ലാം അമ്മ കൂടെ നിന്ന് നടത്തി കൊടുത്തതായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് പ്രകാരം ഇൻ്റർവ്യൂ പാസ്സാവുകയും ഈ മകൾ ഏപ്രിൽ 6-ാം തീയതി അയർലൻഡിന് നഴ്സായിട്ട് ജോലിക്ക് പോവുകയുമാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് അമ്മ തന്ന ഒരു അനുഗ്രഹമാണ്. അമ്മയുടെ കൃപയാലാണ് ഈ നഴ്സിംഗ് എന്ന ജോലി ലഭിക്കുകയും അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്, അമ്മയുടെ കൃപയാലാണ് എനിക്ക് ഈ ജോലി ലഭിച്ചതെന്നാണ് ഈ മകൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് മൂത്ത മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയോഗമായിരുന്നു അമ്മ സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് PSC പാലിറ്റീവ് കെയർ നഴ്സായിട്ടാണ് ഈ മകൾക്ക് ജോലി കിട്ടിയത്. അതും സാലറി ഇൻക്രിമെൻറ്റിന് പ്രാർത്ഥിച്ചതും അതും അമ്മ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുകയായിരുന്നു.
10 പേരുണ്ടായിരുന്നു പഞ്ചായത്തിൽ ഒന്നും വിളിച്ചവർ. പക്ഷേങ്കിൽ ഈ മകൾക്ക് മാത്രമേ പാലിയേറ്റീവ് യൂണിറ്റിൽ ജോലി ചെയ്യാനുള്ള നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായതിന് പ്രകാരം ഈ മകളെ സെലക്ഷൻ ആവുകയും ചെയ്തത്. അതും അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം പ്രാർത്ഥിച്ചതെന്തും നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഈ അമ്മയ്ക്കുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. അതായത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത് പോലെ എല്ലാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. ചോദിക്കുന്നത് എന്ത് ലഭിക്കുന്ന തരുന്ന ഒരു ഈശോയാണ്. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവിൽ വിശ്വാസം സമർപ്പിക്കുക, അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37 5-ാം വചനം 3-ാം വചനം പറയുന്നത്. അതിന് പ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്കുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക് ലഭിച്ച, റോസ്ലിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും മക്കൾക്കുള്ള ജോലിക്കും രോഗസൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. ആദ്യമായി ഞാൻ പരിശുദ്ധ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് അജീഷ് മാത്യു. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ നീണ്ടൂരിൽ നിന്നാണ്. അവിടെ ഞാനിവിടെ വരാനുള്ള അനുഭവമാണ് ആദ്യം എനിക്ക് പറയണത്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു കാര്യമില്ലായിരുന്നു. കാരണം പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ മുഴുവൻ കുർബാനയൊന്നും കൂടിയല്ല. കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒഴിവായി വീട്ടിൽ നിന്ന് ജംഗ്ഷനിലോട്ടൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു. ഇവിടുത്തെ മാതാവിൻ്റെ കൃപാസന പത്രം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കൊണ്ട് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അമ്മ ഇത് വായിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം ചുമ്മാ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഈ മാസിക എടുത്ത് ഞാനിങ്ങനെ നോക്കി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഒന്നും ഒരു വിഷമമൊന്നുമല്ല, മറ്റുള്ളവരുടെ ഒരുപാട് വിഷമങ്ങൾ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എന്നെക്കൊണ്ട് എടുത്ത് തോന്നിപ്പിച്ചതാണ്, ഈ പത്രം എടുത്ത് വായിക്കാൻ തോന്നിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി എത്രയും പെട്ടെന്ന് ഇവിടെ കൃപാസനത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതുവരെ എനിക്കിങ്ങനെ ഇവിടെ വരണം എന്നുള്ളൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, എവിടെയാണ് പോയി ഉടമ്പടി എടുക്കേണ്ടത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ വന്ന് ഇവിടുത്തെ സെക്യൂരിറ്റിയോടും ഇവിടുത്തെ സിസ്റ്റർമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇന്നടുത്താണ് കുമ്പസാരിച്ച് അല്ലേ ഉള്ളൂ ഉടമ്പടി എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഞാനിവിടെ വന്ന് കുമ്പസരിച്ചു, ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളൊക്കെ എഴുതിയത് 2023 സെപ്റ്റംബർ മാസം 26-ാം തീയതിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ നിയോഗങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്തു. അതിലെൻ്റെ 3 നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു തന്നു. ഒന്ന്, ഞാൻ മാതാവിനോട് ആദ്യത്തെ നിയോഗം വെച്ചിരിക്കുന്നത്, മാതാവ് എനിക്ക് ഈ ഉടമ്പടി പാലിക്കാനുള്ള ഒരു മനസ്സ് തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നാണ് ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ രണ്ടാമത് എനിക്ക് വെച്ചത്, എനിക്കൊരു നല്ല ഭവനം ഇല്ലായിരുന്നു. അതെനിക്കൊരു മനസ്സിനകത്ത് ഭയങ്കര വിഷമമാണ്. ഒരു ഭവനം ഇല്ല. ആരെങ്കിലും വീട്ടിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇത് എനിക്ക് ഈയിടെയാണ് എനിക്കത് സാധിച്ചു കിട്ടിയത്. എനിക്കൊരു വിദേശത്ത് പോകാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അത് മൂന്നാമത്തെ ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെ വീട് വയ്ക്കുന്ന കാര്യം വിചാരിച്ചപ്പോഴത്തേക്കും, ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ആയാലും ഒരു 10-25 ലക്ഷം രൂപയോളം ആവും ഒരു ചെറിയ വീട് വെക്കണം. അപ്പോൾ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവറാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പം ആ ജോലി ഇത് വെച്ച് എനിക്കൊരു വീട് സ്വന്തമായിട്ട് വയ്ക്കാൻ സാധിക്കില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഇത് കഴിഞ്ഞ് ഞാൻ പലരെയും ചെന്ന് ഇങ്ങനെ സമീപിച്ച് അതായത് ബാങ്കിലേക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പലരും ചോദിച്ചു, നിൻ്റെ ഈ വരുമാനം വെച്ച് നിനക്ക് ഈ വീടിൻ്റെ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് തളർന്നു. ഇനി വീട് വയ്ക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല എന്നൊക്കെയുള്ളൊരിത് തോന്നി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്
ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്കാണ് പോകുന്നത്. പക്ഷേ ഒരു ഞായറാഴ്ച ഞാൻ പോയില്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തലേ ദിവസം ഒരു കല്യാണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് താമസിച്ചാണ് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. രണ്ടാമത്തെ കുർബാനയ്ക്കാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ അമ്മയോട് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞ് ഇന്നപോലെ ചേച്ചി ഇന്നത്തെ കുർബാനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ഒരു സ്കീം നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു നമുക്കിങ്ങനെ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകുമ്പം അച്ഛനെ ഒന്ന് പോയി കാണാം എന്ന് പറയും. ഞാനും അമ്മയും രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് ശേഷം അച്ഛൻ്റെ റൂമിൽ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു എന്നെ പോലെ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുതാണേലും മോശമായ ആണേലും ഒരു വീടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛോ അത് വീട് തീരെ മോശമാണ്, ഏത് മഴക്കാലത്തെ ചോർന്ന് ഒലിക്കുക. അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് പറ്റിയല്ല ഒരു വീട് പുതിയത് വെക്കാനൊന്നും പറ്റിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, അവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയും. അപ്പോഴും എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ഇനി ഇത് നടക്കുകയല്ല, നമ്മളെക്കാളും വീടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, എന്നാൽ അവർക്ക് കിട്ടട്ടെന്ന് ഞാനും കരുതി ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ രണ്ടാമത് ഇന്ന് അച്ഛനോട് പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു നീ ഒരു അപേക്ഷ വെച്ച് നോക്ക്, ഇനി ഞാൻ ഉറപ്പ് പറയുകയല്ലെന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു അപേക്ഷ എഴുതി വെച്ചു. അപേക്ഷ എഴുതി വെച്ചപ്പോൾ ഞാൻ അപേക്ഷ കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ 12 അപേക്ഷ വേറെയുണ്ട്. 12 അപേക്ഷകളും അച്ഛൻ്റെ പക്കലുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പക്കൽ എനിക്കറിയത്തില്ല, എന്നെക്കാളും താഴ്ന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്നാലും ഞാൻ വിചാരിച്ചു എന്നെക്കാളും താഴ്ന്ന ആൾക്കാർക്കും വീട് ഒട്ടും ഇല്ലാത്തവർക്കും കിട്ടട്ടെന്ന് ഞാൻ അന്നേരവും മനസ്സുകൊണ്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും തോറും ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്കൊരു വീട് മതി, എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, മാതാവിനോട് വന്ന് പറയും എനിക്ക് ഒരു വീട് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് ഞാൻ പറയും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചേച്ച് തിരിച്ച് ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഞാൻ ബൈക്കിൽ പോകുമ്പം എനിക്കൊരു കോള് വന്നു. അത് എൻ്റെ ഇടവപ്പള്ളിയിൽ നിന്നാണ്. ഇടവപ്പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അജീഷ് മാത്യു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അജീഷ് ഒരു വീടിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് അത് വീടിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നിൻ്റെ വീട് നോക്കാനായിട്ട് ഇന്ന് കമ്മിറ്റിയിൽ നിന്നും ഒരു 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി വരുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരു വിശ്വാസം വന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്, മാതാവേ ആ വീടിൻ്റെ കാര്യത്തിലൊന്നും നടക്കുന്നില്ലോ, എന്നാ ചെയ്യും. അങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോയ സമയത്താണ് എനിക്ക് കോള് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു 5 മണിയാകുമ്പം വരും, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ 5 മണിക്ക് നീ വീട്ടിൽ വരികയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. അവർ വീട്ടിൽ വന്ന് 5 മണിയായപ്പോൾ അവരെല്ലാവരും വന്നു. അവരെല്ലാം വന്നു കഴിഞ്ഞ് എൻ്റെ വീടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞ് പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. അപ്പം ഞാൻ ചോദിച്ച് അവിടുത്തെ ആ കമ്മിറ്റിയിൽ അടങ്ങുന്ന ഒരാളോട് ചോദിച്ച് ഇത് നടക്കുകയില്ലേ എന്ന് ചോദിച്ച്. അന്നേരം പറഞ്ഞില്ല വിളിക്കാം എന്ന് പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തോളം എനിക്ക് അതിന് റെസ്പോണ്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ഇവരുടെ എല്ലാം ചോദിക്കുമ്പം പറയും അത് പള്ളിക്കാരിയല്ലേ, അത് സമയമെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ശ്രമവും പിന്നെ ഉപേക്ഷിച്ചു. പിന്നെ 2025 ഏപ്രിൽ മാസത്തിലെ 1-ാം തീയതി അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഒരു വീട് വെച്ച് തരാൻ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വീട് വയ്ക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നല്ലോ, അതിനുശേഷം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. ഞാനിപ്പം ഞങ്ങളുടെ അവിടുത്തെ കവലയിലൊക്കെ ആണെന്ന സമയത്താണേലും പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും. എൻ്റെ കൂട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവായി ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. ബൈബിൾ ഞാനങ്ങനെ വായിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ദിവസവും രാത്രിയാകുമ്പം പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ബൈബിൾ വായിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാൾ വിദേശത്ത് പോകാനായിട്ട് ഒരു ഏജൻറ്റ് മുഖേന 5 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ യൂറോപ്പിന് പോകാനായിട്ടാണ്. 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇൻ്റർവ്യൂ എല്ലാം പാസ്സായതാണ്. ഇൻ്റർവ്യൂ പാസ്സായിട്ടും പുള്ളിക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പം ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പോലെ പൈസ മുഴുവനും അടച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് വിസ തരുള്ളൂ എന്ന് പറയും. അപ്പം
അപ്പോഴത്തേക്കും കടം മേടിച്ചാണെങ്കിലും പൈസ മുഴുവൻ 5 ലക്ഷം രൂപയും കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്തിട്ടും പിന്നെയും വിസ റിജക്റ്റായി പോവുക. അപ്പം ഞങ്ങൾ ഇവരെ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, ഏജൻറ്റിനെ വിളിച്ച് ചോദിക്കുമ്പോൾ വിസ റിജക്റ്റായി പോയി, എന്താ കാരണം അറിയത്തില്ലെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു കാശ് മുഴുവൻ തിരിച്ചിങ്ങി തന്നേക്കാൻ പറയും. കാശ് തിരിച്ചപ്പോൾ അവർ പറഞ്ഞു കാശ് അങ്ങനെയൊന്നും പെട്ടെന്ന് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവരോട് മോശമായിട്ടോ ഒന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ആ പൈസ സത്യസന്ധമായിട്ടുണ്ടാക്കിയ കാശ്, ആരെയും തട്ടിച്ചോ വെട്ടിച്ചോ ഒന്നും ഉണ്ടാക്കിയ കാശല്ല, ആ കാശ് തിരിച്ച് മാതാവ് ഇടപെട്ട് തിരിച്ച് ഞങ്ങൾക്ക് തരണേന്ന് പറയും. അങ്ങനെ ഇരുന്ന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഏജൻറ്റ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മുഴുവൻ കാശ് 5 ലക്ഷം രൂപയും തിരിച്ചു തരാമെന്നു. അതിന് മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ശമ്പളം തീരെ കുറവായതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു. ഇപ്പോൾ അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് തന്നെ എന്നെ വീണ്ടും വിളിച്ചിരിക്കുവാണ്, ശമ്പളം കൂട്ടി നിനക്ക് ഇവിടെ ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അവരെനിക്ക് വിസ അയച്ചു തന്നു, ടിക്കറ്റ് അയച്ചു തന്നില്ല. ടിക്കറ്റ് ഈ മാസം അവസാനം തിരിച്ചു തരാം എന്ന് അയച്ചു തന്നേക്കാന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മാതാവിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കലും ഞാൻ പരിശുദ്ധ കൃപാസന മാതാവിനെ ഞാൻ മറക്കില്ല. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് കൃപാസന മാസിക പത്രം എടുത്ത് ഞാൻ പോകുന്ന വഴിക്ക് ഓരോ വീട് വഴിയൊക്കെ എനിക്ക് അറിയാവുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും ഒക്കെ ഞാൻ കൊടുക്കും. ചിലരെന്നോട് വാങ്ങിക്കില്ല, ഇതുകൊണ്ട് എന്ത് പ്രയോജനം. അപ്പം ഞാൻ പറയും ഒന്ന് വായിച്ച് നോക്ക്, നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളതൊക്കെ. അങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കൊക്കെ ഞാൻ എന്നെക്കൊണ്ടാകാവുന്ന രീതിയിലുള്ള ഭക്ഷണം മേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പണം ഞാൻ കൊടുക്കും, പണമൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല വീട്ടിൽ പ്രാർത്ഥിക്കുമ്പം ഞാൻ രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈ വിദേശത്ത് പോകാൻ പഠിച്ചിട്ട് ജോലി കിട്ടാത്ത പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കിഡ്നി സംബന്ധമായ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് വീട് കിട്ടിയതുകൊണ്ട് ഇപ്പം വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവർക്ക് മാതാവ് എവിടുന്നെങ്കിലും ഒരു ദൈവദൂതനെ പോലെ അവർക്കും ഒട്ടും വീടില്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഒരു സ്പോൺസർക്ക് സാധിച്ചേക്കണേ എന്ന് ഞാൻ പറയും. അത് മാത്രമല്ല, എനിക്ക് വീട് സ്പോൺസർ ചെയ്ത അവരുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കും. ആ സ്പോൺസർ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ടോ, വീട് വെച്ച് തന്നു നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച്. അതിന് ഞാൻ പറയും എനിക്കിത് മതി, എനിക്ക് 3 ബെഡ്റൂമുള്ള ഒരു വീടാണ് വെച്ച് തന്നിരിക്കുന്നത്. അപ്പം അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. 91-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അജീഷ് എന്ന ഈ മകൻ അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. വീട് അദ്ദേഹത്തിനൊരു സ്വപ്നമായിരുന്നു. വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നൊരു സ്വപ്നം പോലുമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 5 ലക്ഷം രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തത്, അതും തിരിച്ചു കിട്ടില്ല എന്നൊരു അങ്ങനെ വലിയ വലിയ അസാധ്യമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം കുറച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അദ്ദേഹത്തെ ആനയിച്ചിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നതാണ്, ഇനി ഞാൻ ഒരിക്കലും പരിശുദ്ധ അമ്മയെയും ഈശോയും വിട്ട് ഞാൻ പോവുകയില്ല. കാരണം ദൈവസ്നേഹം എന്താണെന്ന് അദ്ദേഹം ഒരു ചെറിയ അത്ഭുതങ്ങളിലൂടെ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ നിയോഗങ്ങളുടെ ദൈർഘ്യം കൂടി. കാരണം എന്നെപ്പോലെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന്, വീടില്ലാത്തവരും വിഷമിക്കുന്നവരും ജോലിയില്ലാത്തവരും, അങ്ങനെ ഒരുപാട് വേദനകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലാക്കി അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ സമയങ്ങളിലുള്ള മറ്റ് എൻ്റർടൈൻമെൻ്റ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈശോയ്ക്ക് കൊടുക്കാനുള്ളത് കൃത്യമായി പ്രാർത്ഥനാ സമയങ്ങളെല്ലാം അദ്ദേഹം വളരെ കൃത്യമായി നിബന്ധനകൾ പാലിക്കാനൊക്കെ തുടങ്ങി. അതൊരു ജീവിതക്രമമാണ്. ഉടമ്പടി ഒരു ജീവിതക്രമമാണെന്ന് എല്ലാ മക്കളും ഈ സാക്ഷ്യത്തിലേറ്റ് പറയുന്നത് ഇതുകൊണ്ടാണ്. നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ അടുക്കും ചിട്ടയും വരുന്നത് നാം മനസ്സിലാക്കുകയാണ്.
അജീഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ്. അമ്മയോട് വളരെ പിണക്കത്തോടു കൂടി പറഞ്ഞു, അമ്മയ്ക്ക് ഈ കൃപാസനം പ്രാർത്ഥനയല്ലാതെ മറ്റൊരു തൊഴിലില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ അമ്മയോട് സംസാരിക്കുമായിരുന്നെങ്കിലും ഇന്ന് അതെല്ലാം മറ്റുള്ളവരോട് പറയേണ്ട ഒരവസ്ഥാവിശേഷം ഈ മകന് വന്നിരിക്കുകയാണ്. കാരണം ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടാതെ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നും സാധ്യമല്ല എന്ന് അജീഷിന് മനസ്സിലായി കഴിഞ്ഞു. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് നമുക്ക് കൊടുക്കാം. കാരണം അമ്മയ്ക്ക് ജീവിത പ്രശ്നങ്ങളെല്ലാം മനസ്സിലാകും. അമ്മ എല്ലാ ജീവിത പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ്. എത്ര തന്നെ വീടില്ലാത്ത ഒരവസ്ഥ അമ്മയ്ക്കുണ്ടായതാണ്. അവർക്ക് ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. ഈശോയും ഔസേപിതാവുമായി ഒരുപാട് കാലം ഒരു അജ്ഞാതവാസം അവർക്ക് ആവശ്യമായിരുന്നു. അവർക്ക് അവരുടെ ജീവിത ഭാരങ്ങളേറിയതായിരുന്നു. ഔസേപിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരമ്മയുടെ ഒരു കുടുംബത്തിൻ്റെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതിൻ്റെ കാരണം അമ്മ അതിലൂടെയെല്ലാം കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി അജീഷിൻ്റെ ഈ സാക്ഷ്യം നമുക്ക്